ഞാൻ എൻ്റെ റൂമിൻ്റെ വാതിൽ തുറന്ന് ഞാൻ റൂമിലോട്ട് കടന്നു. റൂമിൽ ഞാൻ ഒറ്റക്കാണ്. എന്നിട്ട് ഞാൻ വാതിലടച്ചു. എനിക്കറിയാം നാളെ എക്സാം ഉണ്ട്. ഞാൻ വാതിലടച്ചിട്ട് റൂമിൻ്റെ ഉള്ളിൽ ഒറ്റയ്ക്ക് വീണ്ടും മൊബൈൽ കണ്ടിരിക്കുകയാണ്. എൻ്റെ ഉള്ളിൽ ഒരുപാട് വേദനയുണ്ട്. പരീക്ഷയ്ക്ക് പഠിക്കണമെന്ന് ഇമ്മ ഒരുപാട് പ്രാവശ്യം പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് ചെയ്യാൻ കഴിയുന്നില്ല. എൻ്റെ ശരീരം ഈ ഫോണിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയുന്നില്ല. എന്തോ ഒരു പ്രയാസമുള്ളൊരു തടസ്സം. എനിക്കറിയാം ഞാൻ കഷ്ടപ്പെട്ടാലേ പരീക്ഷയിൽ ജയിക്കുള്ളൂ. അതുപോലെ തന്നെ ഇത്രയും വലിയൊരു പ്രൊക്രാസ്റ്റിനേഷൻ ചെയ്ത അനുഭവമുള്ളൊരു മനുഷ്യനാണ് ഞാൻ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ എങ്ങനെയാണ് ഇത്ര വലിയ പ്രൊക്രാസ്റ്റിനേഷനെ നമ്മൾ അതിജീവിക്കുന്നത് എന്നാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്. ഡു ദ ഹാർഡ് വർക്ക്. ഹൗ ടു ഡു ദ ഹാർഡ് വർക്ക്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക? അതിനായി ആദ്യത്തെ പോയിന്റ്, ദ വൺ തിങ്. എന്താണ് ദ വൺ തിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ഒരൊറ്റ കാര്യം, ഒരു കാര്യത്തിൽ നമ്മൾ ഒരു ലക്ഷ്യം മാത്രം വെക്കുക എന്നുള്ളതാണ്. നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ശരീരം ചിലപ്പോൾ നോക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടാവും, നിങ്ങളുടെ സോഷ്യൽ ലൈഫ് നിങ്ങൾക്ക് നോക്കാൻ ആഗ്രഹമുണ്ടാവും, അതുപോലെ തന്നെ പൈസ ഉണ്ടാക്കാനുള്ള ആഗ്രഹം, അതുപോലെ തന്നെ മറ്റ് ഒരു ഗേൾ ഫ്രണ്ടിനെ ഉണ്ടാക്കാനുള്ള ആഗ്രഹം. അങ്ങനെ ഒരുപാട് ലക്ഷ്യങ്ങളാണ്. ഇതെല്ലാം കൂടി നമ്മൾ ഒരു ദിവസം അത് ചെയ്യാൻ വേണ്ടി പോകും, അതിൻ്റെ ഇടയിൽ കൂടി ഇത് ചെയ്യാൻ വേണ്ടി പോകും, പിന്നെ വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി, പിന്നെ മറ്റേ കാര്യങ്ങൾ. നമ്മൾ ഒരുപാട് കഷ്ടപ്പെടും. നമ്മൾ ഒരു സ്ഥലത്തും പ്രോഗ്രസ് ഉണ്ടാക്കാതിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ശരിക്ക് യഥാർത്ഥത്തിലുള്ള പ്രോഗ്രസ് ഉണ്ടാക്കുക എന്നുള്ളത്? അതായത് ഒരു കാര്യം തിരഞ്ഞെടുക്കുക. ഇപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന പല ആൾക്കാരും 10ാം ക്ലാസ് +1 അങ്ങനത്തെ കുട്ടികളൊക്കെയാണ് നമ്മൾ വീഡിയോ ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുട്ടികൾ അങ്ങനത്തെ ആൾക്കാർക്ക് ഓർക്കിപ്പോൾ കുടുംബത്തിനെ നോക്കണ ആവശ്യമോ അല്ലെങ്കിൽ പൈസ പേടിക്കേണ്ട ആവശ്യമോ ഇല്ല. ആകെ ഉള്ള പ്രശ്നം എന്താ വെച്ചാൽ അവർക്ക് നല്ലൊരു ശരീരം ഉണ്ടാക്കുക അല്ലെങ്കിൽ നല്ല പഠിക്കുക. ഇതിലേതെങ്കിലും ഒരു ലക്ഷ്യത്തിനെ നമ്മൾ തിരഞ്ഞെടുക്കുക. എന്നിട്ട് ആ ലക്ഷ്യത്തിനെ മാത്രം ഫോക്കസ് ചെയ്യുക. ആ ലക്ഷ്യത്തിനെ മാത്രം മൊത്തം എല്ലാം അതിൽ കൊടുക്കുക. അതാണ് ആദ്യത്തെ പോയിന്റ്. ഇതെല്ലാം കൂടി നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഡിസ്ട്രാക്ഷനുകൾ വന്നുകൊണ്ടേയിരിക്കും. അതായത് ഇപ്പോൾ നമ്മൾ ഒരു ജിമ്മിൻ്റെ കാര്യം നോക്കുന്ന സമയത്തേക്കാണ് നമ്മൾക്ക് വേറെ പണി കിട്ടുക, അല്ലെങ്കിൽ ഒരു നല്ലൊരു ഡയറ്റ് കൺട്രോൾ ചെയ്യുന്ന സമയത്തേക്കാണ് ചങ്ങായിമാർ ഫുഡിനെ വിളിക്കുക, അല്ലെങ്കിൽ ഒരു നല്ലൊരു പണിക്ക് പോണ സമയത്തേക്കാണ് കുടുംബത്തിൽ പരിപാടി ഉണ്ടാവുക. അതുപോലെ തന്നെ ഇങ്ങനെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എല്ലാം നമുക്ക് ആവശ്യമാണ്. പക്ഷേ ഒരു കാര്യത്തിന് നമ്മൾ തിരഞ്ഞെടുത്ത് അതിലോട്ട് മാത്രം പോവുക. അതില്ലാതെ ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാം കൂടി ചെയ്യാൻ ശ്രമിക്കരുത്. അത് എപ്പോഴും നമ്മളെ ശരീരത്തിന് എപ്പോഴും എക്സോസ്റ്റിങ് ആക്കുള്ളൂ. അതൊരിക്കലും ഒരിക്കലും ഉപകാരപ്പെടുത്തില്ല. അപ്പോൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. നമ്മുടെ മുമ്പിൽ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഡിസ്ട്രാക്ഷനുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ദ വുമൺ ഇൻ റെഡ് ഡ്രസ് എന്ന് പറഞ്ഞ ഒരു പദം? അതായത് അത് ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമാണ്. നമ്മളൊരു ബിസിനസ്സിൽ ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ഒരു പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്ത് ഗേൾസിൻ്റെ അടുത്തുള്ള അട്രാക്ഷനുകളൊക്കെ ആ സമയത്തേക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളെ ശ്രദ്ധ എന്താവും? അങ്ങോട്ട് തിരിയും. വർക്കിൽ അതായത് ഞാൻ ഒരു മാർക്കറ്റിംഗ് ഏജൻ്റായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നത്. എൻ്റെ വർക്കിൽ മാത്രം എനിക്ക് ഫോക്കസ് ചെയ്യാം. അല്ലെങ്കിൽ ഈ ഒരു വീക്കിൽ എനിക്ക് ഇത്ര ക്ലോസിങ് ചെയ്യണം, ആ ഇത്ര ക്ലോസിങ്ങിന് വേണ്ടി മാത്രം ഞാൻ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ ലക്ഷ്യം. അപ്പോൾ ഈ സമയത്ത് വേറെ ഒരു കാര്യത്തിലും നമ്മൾ ഫോക്കസ് തിരിയാതെ, കാരണം എൻ്റെ യൂട്യൂബ് എന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. പക്ഷേ എങ്കിൽ പോലും എനിക്ക് അർജൻറ്റായിട്ടുള്ള കാര്യമാണ് ഇപ്പോഴത്തെ എൻ്റെ ജോലി എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ചെയ്യുന്നത് ഈ ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിന് എതിർക്ക് വരുന്ന എല്ലാ കാര്യങ്ങളും ഒഴിവാക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഹാർഡ് വർക്കിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ഡീപ്പ് വർക്ക് എന്ന് പറയുന്നത്. ഡീപ്പ് വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു വർക്കിൽ മൊത്തം ഫോക്കസായി ഒരൊറ്റ വർക്കിൽ മുഴുകി ആ വർക്കിൽ ഏറ്റവും നല്ല പ്രോഗ്രസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഡീപ്പ് വർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുക? അപ്പോൾ അതിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ഡീപ്പ് വർക്കിൽ ആദ്യം ചെയ്യേണ്ടത്
കട്ട് ഔട്ട് ആൾ മൈക്രോ ഡിസ്ട്രാക്ഷൻസ്. അതായത് എല്ലാ മൈക്രോ ഡിസ്ട്രാക്ഷനുകളും നമ്മൾ ഒഴിവാക്കുക എന്നുള്ളത്. അപ്പോൾ എന്താണ് ഈ മൈക്രോ ഡിസ്ട്രാക്ഷൻ? മൈക്രോ ഡിസ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ എൻ്റെ റൂമിൽ നിന്ന് ഒരു റെക്കോർഡ് ചെയ്യാൻ, ഒരു യൂട്യൂബിൽ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് എൻ്റെ ഒരു വർക്കാണ്. അത് ഞാൻ ചെയ്യാൻ സമയത്ത് പെങ്ങൾ നീക്കുന്നു, അല്ലെങ്കിൽ ഇമ്മ വിളിക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ അടുക്ക് വേറെ വന്നിട്ട് ഉമ്മ ഡ്രസ്സ് എടുത്താക്കാൻ വേണ്ടി വരുന്നു. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്നു, പിന്നെ വാപ്പ വിളിച്ച് അങ്ങോട്ട് പോകുന്നു. പിന്നെ അല്ലെങ്കിൽ ഒരു പഠിക്കുന്ന സമയത്ത്, ഒരു പണി എടുക്കുന്ന സമയത്ത് നമ്മളെ വാട്സപ്പിൽ നോട്ടിഫിക്കേഷൻ വരുന്നു. ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെയാണ് മൈക്രോ ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഒരു ആക്ഷനബിൾ സ്റ്റെപ്പ് പറഞ്ഞുതരാം. ആദ്യം തന്നെ നിങ്ങളെ ഫോൺ എടുക്കുക, നോട്ടിഫിക്കേഷൻ ഡിസേബിൾ ചെയ്യുക, എയറോപ്ലെയിൻ മോഡ് ആവശ്യമുണ്ടെങ്കിൽ എയറോപ്ലെയിൻ മോഡ് തന്നെ ഓണാക്കുക. കാരണം ഇത് ഞാൻ ഒരുപാട് പ്രാവശ്യം ഓണാക്കുന്ന ഒരു കാര്യമാണ്. ഒരു കാര്യം വർക്ക് ചെയ്യുന്ന സമയത്ത് എയറോപ്ലെയിൻ മോഡ് ഓണാക്കി വിചാരിച്ച് അധികം പ്രശ്നം വരും. പക്ഷെ ഇപ്പം ഞാൻ ചെയ്യുന്ന വർക്കിൽ എനിക്ക് ഇങ്ങനത്തെ ഇത്ര തരം പരിമിതികൾ, എനിക്ക് ഇത്ര ഫോണുകളൊക്കെ എടുക്കേണ്ട ഒരു ആവശ്യമാണ്. അല്ലെങ്കിൽ ഞാൻ എയറോപ്ലെയിൻ മോഡ് എപ്പോഴും ഓണാക്കാറുണ്ട്. കാരണം എൻ്റെ ഒരുപാട് ചങ്ങായിമാർക്കാരും അവരൊന്ന് ഒരുപാട് ഫോൺ വിളിച്ചാലോ അല്ലെങ്കിൽ അവർ മെസ്സേജ് അയച്ചാലോ ഞാൻ ആഴ്ചകളോളം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അവർക്ക് റിപ്ലൈ കൊടുക്കാറ്. അതുപോലെ തന്നെ തിരിച്ചു വിളിക്കാറ്. അവരെ കോളുകളൊന്നും എടുക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയാണ്. അപ്പോൾ നമുക്ക് എല്ലാ ചങ്ങായിമാരെയും ആവശ്യമാണ്. പക്ഷേ നമ്മളെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ഒരു മൈക്രോ ഡിസ്ട്രാക്ഷനായി ഇഷ്ടമാണ് നമ്മൾ ആ വർക്കിൻ്റെ മുമ്പിൽ അപ്രോച്ച് ചെയ്യൽ. അപ്പോൾ ഈ മൈക്രോ ഡിസ്ട്രാക്ഷനിലുള്ള ഓരോ ചെറിയ കാര്യങ്ങളെ കട്ട് ഔട്ട് ചെയ്യുക എന്നുള്ളത് നമ്മളെ ഡീപ്പ് വർക്കിൽ അത്രയും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമ്മളെ ഫോണിൽ ഫോക്കസ് മോഡ് എന്ന് പറഞ്ഞ ഒരു മോഡാണ്, അത് ഡു നോട്ട് ഡിസ്റ്റർബ് പറഞ്ഞ മോഡ്. ഇതൊന്നും പലരും ശ്രദ്ധിക്കാറ് പോലില്ല, അതൊന്നും സ്കിപ്പ് ചെയ്ത് പോലാണ്. ഇതിൻ്റെ ഉപയോഗം എങ്ങനെയാണ് ഇതിനെ ഉപയോഗിക്കാമെന്ന് പല ആൾക്കാർക്കും അറിയുക പോലും ഇല്ല. അപ്പോൾ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ഫോണിൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഒരു മെസ്സേജ്, ഒരാളെ ഫോട്ടോ വരെ കാണിക്കും, ഇവരൊന്ന് ലൈക്ക് ഇട്ട് ഇവരൊന്ന് ഇതാക്കി, നമ്മൾ വേറെ എന്തോ ഒരു ആവശ്യത്തിന് ഒരു ആൾ കോൾ ചെയ്യുന്നുണ്ട് നോക്കാൻ വേണ്ടി എടുത്ത് നോക്കും. എന്നിട്ട് അതിൽ അരമണിക്കൂർ ഇൻസ്റ്റാഗ്രാം എടുത്ത് കളിച്ചു. കാരണം എന്താ, അത് നോട്ടിഫിക്കേഷനാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ചെറിയ ചെറിയ മൈക്രോ ഡിസ്ട്രാക്ഷനുകൾ എല്ലാത്തിനും ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മളെ ആദ്യത്തെ ആക്ഷനബിൾ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഫാമിലിയിൽ വരുന്ന മൈക്രോ ഡിസ്ട്രാക്ഷൻസ്, നമ്മളെ ഇമ്മയായാലും നമ്മളെ ഫാദറായാലും നമ്മളെ മദറായാലും നമ്മളെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ആവശ്യത്തിനായി, അല്ലെങ്കിൽ നമ്മളെ വീട്ടിലുള്ള പെങ്ങന്മാരായാലും ഇവരിങ്ങനെ ആവശ്യത്തിനായി നമ്മളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. ശരിയാണ്, അവരെ അറ്റൻഡ് ചെയ്യാന്ന് പറഞ്ഞത് നമ്മളെ കടമയാണ്. പക്ഷേ ഇത് നമ്മളെ വർക്കാണ്. നമ്മൾ ചെയ്യുന്നത് ഇവർക്കും കൂടി വേണ്ടിയിട്ടാണ്. ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ വർക്കിനെ മാക്സിമം നമ്മൾ ഫോക്കസ് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ അതിജീവിക്കുക? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ആദ്യം അവരോട് പറയാം. നമ്മൾ പലപ്പോഴും ഒക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ പറയും, ഒരു മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഉമ്മ പെട്ടെന്ന് വിളിക്കും. അപ്പോൾ നമ്മൾ ചൂടാവും. നമ്മൾ ഇത് ചെയ്യുന്നതിന് മുമ്പേ ആദ്യം തന്നെ പറയാം, ഞാൻ ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യുന്നുണ്ട്, ഇന്ന എത്ര സമയത്ത് ഇത് ചെയ്യരുത്. ഇത് നമ്മൾ നേരിട്ട് തന്നെ അവിടെ പോയി സംസാരിക്കുക എന്നുള്ളതാണ്. വേക്കപ്പ് ഏർലി ദാൻ യുവർ ഫാമിലി. അതായത് ഒരു നല്ല വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുടുംബത്തിനേക്കാളും നമ്മളെ വീട്ടുകാർ നീക്കുന്നതിനേക്കാളും കൂടുതൽ ആദ്യം നമ്മൾ നീക്കുക, എന്നിട്ട് ആ വർക്കിനെ തീർക്കാൻ ശ്രമിക്കുക. ഇത് വളരെ എഫക്റ്റീവായ ടെക്നിക്കാണ്. ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നൊരു ടെക്നിക്കാണ്. അപ്പോൾ നിങ്ങളും ഇത് ഉപയോഗിക്കുക. പിന്നെ ഡീപ്പ് വർക്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഫൈറ്റാണ്. അതായത് നിങ്ങൾക്കിപ്പോൾ ജിമ്മിന് പോകണം, നിങ്ങൾ ജിമ്മിന് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ്. പക്ഷെ നിങ്ങളെ വീടുള്ളത് ഒരു കൊടുങ്കാട്ടിൻ്റെ ഉള്ളിലാണ്, ചുറ്റും കാടാണ്, പുറത്തേക്ക് ഇറങ്ങാൻ വയ്യാത്തൊരവസ്ഥ. രാവിലെ ഇറങ്ങാൻ നേരത്തെ തന്നെ മഴയും കാടും പുല്ലും. എന്താ ചെയ്യുക? പല ആൾക്കാരും വീട്ടിൽ വന്നിരിക്കും, പുറത്തേക്ക് പോകില്ല. നമുക്ക് ഇങ്ങനത്തെ ഒരു കാരണമാണ്, ഇതൊരു എക്സ്ക്യൂസാണ്. പക്ഷെ ചില ആൾക്കാർ കാടുള്ള പുല്ലും കാര്യങ്ങളും വെട്ടിയാണ്ട് ഫസ്റ്റത്തെ തേങ്ങാക്കോ കഷ്ടപ്പെട്ട് ജിമ്മിന് പോകും. പിന്നെ അതേമാതിരി വരുന്ന സമയത്തും ഇതേമാതിരത്തെ പുല്ലും കാടുകളൊക്കെ തട്ടി മാറ്റിയിട്ടാണ് പിന്നെയും വീട്ടിൽ കയറുക. പക്ഷെ പിറ്റേ ദിവസം നമ്മൾ പോകുമ്പോൾ നമുക്ക് പോകാൻ അത്ര പ്രയാസം ഉണ്ടാവില്ല. കാരണം എന്താ, നമ്മൾ ഓൾറെഡി കുറച്ച് പുല്ലും കാടുകളും തട്ടിക്കുന്നു, പിന്നെ ചെറുതായിട്ട് ഒന്നും കൂടി മാറ്റി വെക്കും. അപ്പോൾ പിന്നെ ആ വൈകി കുറച്ചും കൂടി ക്ലിയർ ആവും. പിന്നെ 3-4 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴത്തേന് അവിടെയുള്ള വൈകികൾ എന്താവും, ഒന്ന് ക്ലിയറായി, അവിടുത്തെ വഴി ഒന്ന് നമ്മളെ പാകപ്പെട്ട് വരും. ഇതേമാതിരി തന്നെയാണ് നമ്മൾ ഏതൊരു കാര്യത്തിലാണ്. ഇപ്പോൾ ഒരു പുതിയ ശീലം തുടങ്ങുന്ന സമയത്ത്
ആ ഫസ്റ്റ് ടൈമിൽ നമ്മൾ എല്ലാം കൊണ്ടും ഒരു തടസ്സങ്ങളുണ്ടാവും. അപ്പോൾ ഈ ഫസ്റ്റ് സമയത്ത് നമ്മൾ ആ തടസ്സത്തിനെ മാറ്റി മാറ്റി ഇറങ്ങിയാൽ ഫസ്റ്റത്തെ ഒരു കുറച്ച് കാലങ്ങൾ അത് ഭയങ്കര കഷ്ടപ്പാടാണ്. പക്ഷെ അത് പിന്നെ പിന്നെ ചെയ്യുന്നതിനനുസരിച്ച് അവിടെ ഒരു മൂമെൻ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ അതുപോലെ തന്നെ അവിടെ ഒരു എളുപ്പം, ഒരു ഈസിനെസ് നമുക്ക് അവിടെ ഫീൽ ചെയ്യും. എന്തൊക്കെയാണ് നമുക്ക് വരുന്ന തടസ്സങ്ങൾ, എന്തൊക്കെയാണ് എനിക്ക് മാറ്റാൻ കഴിയുന്നത്, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് അതിനെ മാറ്റിയെടുത്ത് കടന്നു കഴിഞ്ഞാൽ പിന്നെ ആ വർക്ക് പറഞ്ഞത് വളരെ എളുപ്പമുള്ളതായിരിക്കും. പിന്നെയുള്ള പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഡീപ്പ് വർക്കിൽ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ മെഡിറ്റേറ്റ് ഓൺ ദ ടാസ്ക്. അതായത് ഒരു ടാസ്കിൽ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യും. എന്താണ് അങ്ങനെ ഉദ്ദേശിച്ചത്? അതായത് ഡീപ്പ് വർക്ക് എന്ന് പറഞ്ഞാൽ മണിക്കൂറുകളോളം ഒരൊറ്റ കാര്യത്തിൽ ശ്രദ്ധിച്ചിരിക്കുക എന്നുള്ളത്. അത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. എനിക്കിപ്പോഴും ഈ റെക്കോർഡ് ചെയ്യുമ്പോൾ പല ചിന്തകൾ വരും. പക്ഷെ ഞാൻ വീണ്ടും ഇതിലോട്ട് തന്നെ തിരിഞ്ഞ് ഓരോ 10 സെക്കൻഡും പിന്നെയും ഇതിലോട്ട് തന്നെ തിരിഞ്ഞ് ഈ ഒരു പ്രസൻറ്റ് മൂമെൻറ്റിലോട്ട് തന്നെ തിരിഞ്ഞ് എൻ്റെ വാക്കുകളിൽ ഞാൻ ശ്രദ്ധിച്ച് നല്ലതായി അവതരിപ്പിക്കാൻ ശ്രമിക്കണം. ഇത് തന്നെയാണ് യഥാർത്ഥത്തിലുള്ള പ്രയാസമുള്ള ടാസ്ക്. എക്സ്പെക്റ്റ് ഫെയിലിയർ. അതായത് ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളെ ശ്രദ്ധ പോവും, നമ്മളെ ഫോണ് വിളിക്കും, ഒരുപാട് പ്രശ്നങ്ങളോ ഇതൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാം, ഇതൊക്കെ മാറ്റാൻ ശ്രമിക്കുക. എന്നിട്ടും എക്സ്പെക്റ്റ് ചെയ്യുക. നമ്മളെ ചിന്തയിൽ എനിക്ക് മടുപ്പുണ്ട്, എന്നെ കൊണ്ട് വയ്യ, ഇനി മടുത്ത്, ഇത് വളരെ കഷ്ടപ്പാടാണ്. എക്സ്പെക്റ്റ് ചെയ്യുക. ബോറിങ് വളരെ എപ്പോഴും വന്നുകൊണ്ടേയിരിക്കും. നമുക്ക് ബോറിങ് വന്നുകൊണ്ടേ വീണ്ടും ബോറടിച്ചുകൊണ്ടേയിരിക്കും. ഇത് വിചാരിച്ച മാതിരിയല്ല, പക്ഷേ ഇത് എക്സ്പെക്റ്റ് ചെയ്യുക. ഇത് വീണ്ടും ഇതിനെ തരണം ചെയ്തുകൊണ്ടേയിരിക്കുക. പക്ഷേ ആ ഒരു വർക്കിനെ പിന്നെയും ഫോക്കസ് ചെയ്യുക. ഇത് തീർത്തിട്ടേ ഞാൻ ഇവിടുന്ന് നീക്കുള്ളൂ. ആ ഒരു ഡെഡിക്കേഷൻ കൊണ്ട്, അതാണ് യഥാർത്ഥത്തെ ഹാർഡ് വർക്ക്. ഇതിന് ഒരുപാട് മെഡിറ്റേഷനുകൾ അല്ലെങ്കിൽ ഒരുപാട് സെൽഫ് ടോക്കുകൾ, ഇതിന് ഒരുപാട് പ്രയാസമാണ് ഈ ഒരു സ്റ്റേജിലേക്ക് എത്തിപ്പെടുക എന്ന് പറഞ്ഞത്. പക്ഷെ വൺസ് യു എൻറ്റേർഡ് ദിസ് സ്റ്റേറ്റ്, ദെൻ പിന്നെ നിങ്ങൾക്ക് വളരെ വളരെ അധികമായ ഒരു പ്രോഗ്രസ്സാണ് നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. നമ്മുടെ പലരുടെയും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് സിറ്റുവേഷനുകളും കാര്യങ്ങളൊന്നുമല്ല. നമുക്കൊരു അരമണിക്കൂർ റൂമിൽ ഒരു വർക്കിൽ ഇരിക്കാൻ കഴിയുക എന്നുള്ളത്, ഒരു അരമണിക്കൂർ വാതിലടിച്ച് ഇരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും വലിയ പ്രശ്നം. ഒരു അരമണിക്കൂർ ഇരുന്ന് നോക്കൂ, അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ ആ ബോറിങ്ങിനെ സഹിച്ചു നോക്കൂ. ദെൻ ആ വർക്ക് അവിടെ ആ വർക്ക് തീർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിചാരിച്ചതിനേക്കാൾ വലിയ പ്രോഗ്രസ്സാണ് അവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി ലാസ്റ്റായി എനിക്ക് പറഞ്ഞുതരാൻ പോകുന്നത് മങ്ക് മോഡിനെ കുറിച്ചാണ്. അതായത് മൂന്നാമത്തെ കാര്യം, മങ്ക് മോഡ് പറഞ്ഞാൽ നമ്മളെ ജീവിതത്തിന് ഒരു പ്രത്യേകമായ ഒരു ഓർഗനൈസ് ചെയ്തിട്ടുള്ള ഒരു ജീവിതം. അതായത് എല്ലാത്തിനെയും ത്യജിച്ച് ഒരു വർക്ക് മാത്രം ചെയ്യുക. രാവിലെ നീച്ചപാട് പിന്നീട് വാതിലടിച്ച് വർക്ക് ചെയ്യും. ഇതാണ് മങ്ക് മോഡ് എന്ന് പറയുന്നത്. ഇതൊരു പ്രത്യേക ജീവിതമാണ്. ഇത് എല്ലാവർക്കും പറ്റിയ ജീവിതമല്ല. ആരൊക്കെയാണ് ഈ മങ്ക് മോഡ് ചെയ്യേണ്ടത്, ഇത് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, ആദ്യം ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ നിങ്ങളൊരു സോഷ്യൽ സ്കില്ല് അല്ലെങ്കിൽ സോഷ്യലായിട്ട് അധികം ചെല്ലാത്ത ഒരാളാണ് എന്നാൽ ഞാൻ ഈ മങ്ക് മോഡ് ചെയ്യരുത് എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഒരുപാട് ആൾക്കാർ ഇന്നത്തെ കാലത്ത് ഇപ്പം അടുത്തൊരു സിഗ്മ മെയിൽ എന്ന് പറഞ്ഞ ഒരു ആശയം പുറപ്പെട്ടു. അതിനെന്താ, ഒരു പെണ്ണുങ്ങളെ ഒഴിവാക്കിയിട്ട് വർക്കിന് മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു മനുഷ്യന് ഇതൊരു അഡ്വാൻറ്റേജ് ആയി. കാരണം ഞാൻ ചെയ്യണത് എന്തോ ഒരു നല്ല കാര്യമാണ്, എന്നിട്ട് പക്ഷേ എൻ്റെ തെറ്റുകളെ എനിക്ക് തിരുത്താൻ കഴിയാത്തതിനെ നല്ല കാര്യമാക്കി മാറ്റുക എന്നുള്ളത് അത് അത്ര നല്ല കാര്യമല്ല. മങ്ക് മോഡിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ബാക്കിയുള്ള മനുഷ്യന്മാരോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾക്ക് ഒറ്റ ഏകാന്തമായി നമ്മളെ വർക്കിന് വേണ്ടിയിട്ട് ഇറങ്ങി ചെല്ലുക എന്നുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സോഷ്യൽ ലൈഫ് മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ നിങ്ങൾ ആദ്യം ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ഈ ഡീപ്പ് വർക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോളൂ. പക്ഷെ മങ്ക് മോഡ് ഒരു ഹാർഡായിട്ടുള്ള മങ്ക് മോഡിലേക്ക് നിങ്ങൾ പോകാതിരിക്കുക. ഇനി പോകണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് വളരെ 3 ദിവസം മുതൽ 2 ആഴ്ച വരെ, അതിൽ കൂടുതൽ നിങ്ങൾ ഒരിക്കലും പോകരുത്. കാരണം ഇത് അത്രയും ഹാർഡായിട്ടുള്ള ഒരു ചലഞ്ചാണ്. ഇത് അത്രയും എഫേർട്ട്, അത്രയും സാക്രിഫൈസ് ചെയ്ത് ചെയ്യേണ്ട ഒരു ചലഞ്ചാണ്. കാരണം അത് ഈ ഒരു മങ്ക് മോഡിലൂടെ നമ്മൾ സാധാരണ മനുഷ്യരിൽ നിന്ന് ഒരു ടോപ്പായിട്ടുള്ള ഒരു അസാധാരണമായിട്ടുള്ള റിസൾട്ടാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു വേണ്ടി എല്ലാത്തിനെയും കട്ട് ചെയ്തിട്ട് നമ്മൾ ചെയ്യണ
ഒരു ജീവിതത്തിൻ്റെ രീതിയാണ് മങ്കുമൂട് എന്നത്. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ റൂൾസുകൾ? ഞാനിവിടെ എൻ്റെ മങ്കുമൂടിൻ്റെ റൂൾസുകൾ പറഞ്ഞുതരാം. അതായത് രാവിലെ 5 മണിക്ക് എണീക്കുക. നീച്ചപാട് രാവിലെ 4 to 5 മണിക്കൂർ വേറെ ഒരു കാര്യത്തിനും ചെയ്യാതെ വർക്ക് ചെയ്യുക, ആ ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട്. എന്താണ് സ്ട്രിക്റ്റ് ഡയറ്റ്, അതായത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഡയറ്റ്. കാർബോഹൈഡ്രേറ്റ് മൊത്തം ഔട്ട് ചെയ്യുക, ഒഴിവാക്കുക. അതുപോലെ തന്നെ ഇറച്ചി, മുട്ട, ഫ്രൂട്ട്സ്, ബനാന, ഡാർക്ക് ചോക്ലേറ്റ്, ചീസ്, യോഗർട്ട്, പീനട്ട് ബട്ടർ ഷെയ്ക്ക്. ഞാനും അങ്ങനത്തെ ഒരു ഷെയ്ക്ക് ഇവിടെ ഉണ്ടാക്കും. പിന്നെ അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ എക്സ്ട്രാ അതിൽ ഉൾപ്പെടുത്തുക. നമുക്കറിയാം കാർബോഹൈഡ്രേറ്റ് ഒഴിവാക്കുക എന്ന് പറഞ്ഞത് നമ്മളെ കൾച്ചറിൽ വളരെ പ്രയാസപ്പെട്ട ഒരു കാര്യമാണ്. എനിക്കിപ്പോഴും അതിനൊന്ന് ഒഴിവാക്കാനോ അല്ലെങ്കിൽ ഈ ഞാൻ പറഞ്ഞ എഴുതി വെച്ച ഒരുപാട് നമ്മളെ ഭക്ഷണങ്ങൾ അതൊന്നും ഇപ്പോഴും എനിക്ക് ചേർക്കാനോ എന്നെക്കൂടി കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇതാണ് ഒരു യഥാർത്ഥത്തിൽ മങ്കുമൂട് ചെയ്യേണ്ടത്. ഇത്രയും സ്ട്രിക്റ്റായിട്ട് ചെയ്യുമ്പോൾ ഇത് മങ്കുമൂടാവുള്ളൂ അങ്ങനത്തെ കാര്യം. പിന്നെ അതുപോലെ തന്നെ രാത്രി നൈറ്റ് റൂട്ടീൻ ഉണ്ടാക്കുക. ഡേറ്റിങ്ങോ, ചങ്ങായിമാരിലുള്ള വർത്താനമോ, അതുപോലെ തന്നെ ചാറ്റിങ്ങോ, പുറത്ത് പോയിട്ടുള്ള വർത്താനമോ, ഇതെല്ലാം ഒഴിവാക്കുക. ഇതാണ് ഒരു മങ്കുമൂടിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം. അപ്പോൾ ഇത്രയും ഹാർഡായിട്ടുള്ളൊരു ചലഞ്ചാണ് ഈ മങ്കുമൂട് എന്ന് പറയുന്നത്. അപ്പോൾ മങ്കുമൂടിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഈ ഒരു സെർട്ടൻ പീരീഡ് ഒരു ലക്ഷ്യം വെക്കുക. അതായത് എനിക്ക് ഇന്ന കാര്യമാണ് ചെയ്ത് തീർക്കാനുള്ളത്, അല്ലെങ്കിൽ ഇത്ര വീഡിയോ എനിക്ക് ഈ മങ്കുമൂട് പീരീഡിൻ്റെ സമയത്ത് എനിക്ക് ചെയ്ത് തീർക്കണം, അല്ലെങ്കിൽ ഇത്ര ക്ലോസിങ് എനിക്ക് മാർക്കറ്റിംഗ് രംഗങ്ങളിൽ എനിക്ക് തീർക്കണം എന്ന് പറഞ്ഞ ഒരു ലക്ഷ്യം വെക്കുക. എന്നിട്ട് ഇതിൽ മങ്കുമൂട് മൊത്തം കാര്യങ്ങൾ ഈ ഒരു ലക്ഷ്യത്തിലോട്ട് മാത്രം ഫോക്കസ് ചെയ്യുക. എന്നിട്ട് എന്താണ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ മങ്കുമൂടിൻ്റെ രീതി. അതായത് ഞാൻ ഉപയോഗിക്കുന്ന മങ്കുമൂടിൻ്റെ രീതി. അപ്പോൾ ഞങ്ങളൊരു ആക്ഷനിലൊരു സ്റ്റെപ്പ് പറഞ്ഞുതരാം. ആദ്യം ഇപ്പം തന്നെ ഒരു മങ്കുമൂട് ഉണ്ടാക്കുക. അതായത് നിങ്ങളതായിട്ടുള്ള ഒരു രീതിയിലൊരു മങ്കുമൂട് ഉണ്ടാക്കുക. എനിക്കറിയാം ഇപ്പോഴും ഇതിനൊരു പറ്റിയ ഐഡിയ കിട്ടാത്ത ഒരുപാട് ആൾക്കാരുണ്ട് നമ്മളെ കൂട്ടത്തിൽ. അപ്പോൾ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി ഒരു മങ്കുമൂടിൻ്റെ രീതി. ജസ്റ്റ് ഇപ്പോൾ തന്നെ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തോളൂ. ഇത് ഉണ്ടാക്കിയോണ്ടുള്ള ഉപകാരം എന്താണെന്ന് വെച്ചാൽ ഒരു കാര്യം ഇതേമാതിരത്തെ കാര്യങ്ങൾ എഴുതി വെച്ചാൽ നിങ്ങളൊരു ആഴ്ചകൾ കൊണ്ട് കിട്ടുന്ന പ്രോഗ്രസ് ഒരൊറ്റ ദിവസം കൊണ്ട്, ഒരൊറ്റ രാവിലെ കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഇപ്പം നിങ്ങൾ ഈ കാര്യങ്ങൾ, ഈ മങ്കുമൂടിൻ്റെ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ ഈ ഡീപ്പ് വർക്കിൻ്റെ ഡീറ്റെയിൽസുകൾ, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ ആ ഒഴിവാക്കാനുള്ള ഒരു കാര്യത്തിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതിയെടുത്ത് ഇപ്പം നിങ്ങൾ ഈ രാത്രിയിൽ നിങ്ങൾ ചെയ്താൽ തീരുമാനിച്ചാൽ ഞാൻ ഉറപ്പ് തരുന്നു, 100% ഗ്യാരണ്ടി, ഞാൻ പ്രോമിസ് തരുന്നു, നിങ്ങൾ ഒരു രാവിലെ കൊണ്ട്, നിങ്ങൾ ആഴ്ചകൾ കൊണ്ട് കഴിയാത്ത പ്രോഗ്രസ് നിങ്ങൾ ഒരൊറ്റ രാവിലെ കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയുന്നുള്ളതാണ്. അപ്പോൾ ഇതിന് അത്രയും പവർഫുള്ളാണ്. ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ ഒരുപാട് പോയിന്റുകൾ ഇപ്പം നമ്മൾ എഴുതിയെടുക്കും. അപ്പോൾ ഈ ജേർണലിങ് എന്ന് പറഞ്ഞൊരു സംഭവമാണ്. അതായത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഇങ്ങനെ എഴുതിയെടുക്കുക. ആ എഴുതിയെടുക്കുന്ന കാര്യങ്ങൾ നമുക്കിങ്ങനെ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ, ഏത് സമയത്ത് നമ്മൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്, ഇത് ഒരിക്കലും ജീവിതത്തിൽ ചിട്ട നമുക്ക് കിട്ടിയെന്നില്ല. പക്ഷെ നമ്മൾ എഴുതിയെടുക്കുന്നതിലൂടെ നമ്മളെ ജീവിതം വളരെ പെട്ടെന്ന് ആ ഒരു കാര്യത്തിനെ നമുക്ക് ഒരു ക്ലിയർ ആയിട്ടൊരു ഐഡിയ കിട്ടും. അപ്പോൾ എന്താണ് നമുക്ക് ചെയ്യേണ്ടത്, ആ ക്ലിയർ ആയൊരു ഐഡിയ കിട്ടിയാൽ പിന്നെ ആ ലക്ഷ്യത്തിന് വേണ്ടി പോവുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ ഈ മങ്കുമൂടിലൂടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതൊരിക്കലും നമ്മളൊരു ലൈഫ് ടൈമായിട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന കാര്യമില്ല. അതായത് ഇത് ലൈഫ് ടൈമായിട്ട് ചെയ്യണ ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. പക്ഷേ എൻ്റേതായുള്ള ജീവിതത്തിൽ അതൊരിക്കലും ലൈഫ് ടൈമായി കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നില്ല. കാരണം ഇത് ചെയ്യുന്നവരുടെ നമ്മളെ ജീവിതം എന്താവും, ഒരു ബോറിംഗ് ആയ ജീവിതമാവും. നമ്മൾ കുറേ പൈസ ഉണ്ടാക്കണം, കുറേ സ്കില്ലുകൾ ഉണ്ടാക്കുന്നത്, ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല നമ്മൾ ജീവിക്കുന്നത്. ഇതിൻ്റെ നമ്മളെ ഫ്രൂട്ട്സിനെ, നമ്മൾ ഉണ്ടാക്കിയ മരത്തിൻ്റെ ഫ്രൂട്ട്സിനെ നമ്മൾ കഴിക്കുമ്പോൾ അതിനാണ് ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്ത ഒരു ഫൺ മോഡ് എന്ന് പറയുന്നത്. എനിക്കറിയാം, ഞാൻ ഒരുപാട് ഇൻഫ്ലുവൻസിനെ കണ്ടിട്ട് അവരെ പോലെ അനുകരിച്ചുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ്.
പക്ഷേ ഇത് വളരെ എഫക്റ്റീവായ കാര്യമാണ്. ആണെന്നുണ്ടെങ്കിൽ ഒരു സിനിമ കാണാം, അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് ചങ്ങായിമാരൊപ്പം പാർട്ടിക്ക് പോകാം, നമ്മളെ ഫാമിലി മീറ്റിങ്ങിന് പോകാം, കല്യാണം പരിപാടി, അതുപോലെ തന്നെ അങ്ങനത്തെ ഒരുപാട് പരിപാടി. ഇപ്പം നിങ്ങളെ ചങ്ങായിമാരൊപ്പം ഒരു ട്രിപ്പ് പോവാം. നമ്മൾ ഇത്രയും കാലം ഉണ്ടാക്കിയ കമ്മ്യൂണിക്കേഷൻ സ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും കാലം ഉണ്ടാക്കിയ ആ ഒരു എനർജി, അതിന് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കുക. അതിനാണ് ഞാൻ ഉദ്ദേശിച്ച ഫൺ മോഡ്. പക്ഷേ ഇത് വളരെ കുറഞ്ഞ ദിവസങ്ങളിലായിട്ടാണ്. അതായത് നോമ്പ് നോക്കുന്ന സമയത്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ ഭക്ഷണം ഒന്നും കഴിക്കാതെ നിൽക്കുന്ന സമയത്ത്, ആ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമുക്ക് ഇതുവരെ സാധാരണ ഭക്ഷണം കഴിക്കുന്നതിനേക്കാളും എത്രയോ ഭയങ്കര ഒരു ടേസ്റ്റാണ്, അല്ലെങ്കിൽ ഭയങ്കര ഒരു ഇൻട്രസ്റ്റാണ് അപ്പോൾ ആ ഒരു നേരം എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ നോമ്പ് കഴിഞ്ഞുള്ള പെരുന്നാളിൻ്റെ ദിവസം നമുക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മൾ ഇത്രയും ദിവസം നമ്മൾ കഷ്ടപ്പെട്ടു. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ഫൺ മോഡ് എന്ന് പറയുന്നത്. അതായത് ഒരു 30 ദിവസം നമ്മൾ മങ്ക് മോഡിൽ ഇരിക്കുകയാണെങ്കിൽ ഒരു 7 ദിവസം നമ്മൾ ഫൺ മോഡിൽ ഉപയോഗിക്കുക. എനിക്കറിയാം 30 ദിവസം നിങ്ങൾ മങ്ക് മോഡിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു 2 ആഴ്ച നിങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2 ദിവസം 3 ദിവസം നിങ്ങൾ എന്തെങ്കിലും ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു പരിപാടിക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എൻജോയ്മെൻ്റ് ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉപയോഗിക്കുക എന്നുള്ളത്. ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതം തന്നെ വളരെ എക്സൈറ്റിംഗ് ആയ, അല്ലെങ്കിൽ വളരെ സന്തോഷമുള്ളൊരു ജീവിതം നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ കഴിയുന്നത്. പിന്നെ പറയാനുള്ളത് നമ്മളെ വർക്ക് ലൈഫിനെ കുറിച്ചൊരു മറ്റൊരു കാര്യമാണ് ബാലൻസ് എന്ന് പറയുന്നത്. അതായത് നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും പല വർഷങ്ങളായി ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ബാലൻസ് എന്ന് പറയുന്നത്. എല്ലാ കാര്യത്തിലും ബാലൻസായി ചെയ്യുക. ബാലൻസ് പറഞ്ഞാൽ അത് ശരിക്കും നടക്കുന്ന കാര്യമല്ല. ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് നമ്മൾ എന്താണ് സംഭവിക്കുന്നത്, ഇത് നമ്മളെ എക്സോസ്റ്റ് ചെയ്യുള്ളൂ. നമ്മൾ കുറേ കഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കും, പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ പ്രോഗ്രസ് ഉണ്ടാക്കുന്നുണ്ട്, ശരിയായ പ്രോഗ്രസ് അവിടെ ഉണ്ടാക്കുന്നുണ്ട് ഇല്ല, നമുക്കവിടെ പ്രോഗ്രസ് ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കാര്യത്തിൽ എക്സ്ട്രീമായിട്ട് പോകും. ഒരു ജിമ്മ് ചെയ്യുന്ന സമയത്ത് എക്സ്ട്രീമായി ജിമ്മിലോട്ട് ഒരു 16, 17, 18 ആ ഒരു പ്രായങ്ങളിൽ, ഒരു 18-20 പ്രായത്തിനുള്ളിൽ നമ്മൾ മാക്സിമം ഒരു വർക്കൗട്ടിൽ, അതാണ് ഏറ്റവും നല്ലൊരു ശീലം എന്ന് ഞാൻ പറഞ്ഞു. വർക്കൗട്ടിൻ്റെ ശീലത്തിൽ നമ്മൾ ഈ മാക്സിമം മുന്നോട്ട് പോകും. മാക്സിമം എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതായാൽ പോരാ, മാക്സിമം ഹൈ പവർഫുൾ ബൾക്കിംഗ് ബോഡി ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഇത് ചെയ്യുക. അടുത്ത ലക്ഷ്യം, അല്ലെങ്കിൽ ഒരു സോഷ്യൽ സ്കില്ല്, അങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് നമ്മളൊരു റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ നമ്മളൊരു പുതിയൊരു ഗേൾ ഫ്രണ്ടിന് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ മാക്സിമം ചെയ്യും. അപ്പോൾ നമ്മളെ ഈ ഒരു ശീലം എന്താവും, അതിനനുസരിച്ച് ബാലൻസ് ആവും. കാരണം നമ്മൾ ഇതിൽ ഏറ്റവും ബാലൻസ് നമ്മൾ പോയിക്കണം. അതിനനുസരിച്ച് നമുക്ക് ഇതിനനുസരിച്ച് മെയിൻറ്റെയിൻ ചെയ്ത്, ഇപ്പോൾ ഇത്ര ഒരു ശരീരം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ അത്ര പ്രയാസമില്ല. അതേമാതിരി തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഒരു കാട് വെട്ടിയാൽ പിന്നെ അവിടെ യാത്ര ചെയ്യാൻ അത്ര പ്രയാസമുള്ള കാര്യമില്ല. ആ സമയത്ത് പിന്നെ നമുക്ക് ഇങ്ങനെ യാത്ര ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതേമാതിരി തന്നെയാണ് ഈ കാര്യം. ഇപ്പോൾ നമ്മൾ ഒരു കാര്യത്തിൽ നമ്മൾ ഏറ്റവും നല്ലൊരു വഴി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ആ മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ അത്ര പ്രയാസമുള്ള കാര്യമില്ല. അതേമാതിരി തന്നെയാണ് ഏതൊരു വർക്കായാലും. ഒരു വർക്കിൽ നമ്മൾ ഫസ്റ്റ് മാക്സിമം ഏറ്റവും മുമ്പിലെത്തുക, എന്നതിന് ശേഷം അടുത്ത വർക്ക് നോക്കുക, എന്നിട്ട് അതിൽ മാക്സിമം മുമ്പിലെത്തുക. അപ്പോൾ ഇത് മെയിൻറ്റെയിൻ ചെയ്താലും നമുക്ക് ഈ ഒരു വർക്കിന് ഒരു മാക്സിമം പോകാൻ ഒരു തടസ്സം വരും. ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞ് ഒരുപാട് കാര്യങ്ങളിൽ ഏർപ്പെട്ട് ഹാർഡായിട്ട് എക്സോസ്റ്റ് ചെയ്ത് തീരുന്നേക്കാളും ഒരു വർക്കിൽ അതിൻ്റെ ഹാർഡായിട്ടുള്ള വർക്ക്, അതിൽ ഏറ്റവും നല്ല വർക്ക് എന്താണെന്ന് കണ്ടുപിടിച്ച് ആ ഒരു കാര്യത്തിൽ ഏറ്റവും മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഡു ദ ഹാർഡ് വർക്ക്, എസ്പെഷ്യലി ഡോണ്ട് ഫീൽ. Thanks for watching my video. Bye.